ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും തായൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളൻ ചക്ക, മുള്ളാത്ത എന്നൊക്കെ പറയണ ഈ സാധനമാണ്. ഇത് മുള്ളാത്ത എന്ന് പറയും, ചിലർ മുള്ളൻ ചക്ക എന്ന് പറയും. അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന നല്ല ടേസ്റ്റി ഉള്ള ഒരു സാധനമാണ്. ഇത് ശരിക്കൊരു ഫ്രൂട്ട്സാണ്. ഇത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റാണ്. ഇത് പച്ചയാണ്, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയുള്ള ഒരു സാധനമാണ്. ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. പല അസുഖങ്ങൾക്കും ഇത് ഒരു മെഡിസിനായി കൊണ്ടും ഉപയോഗിക്കുന്നുണ്ട് പലരും. ഇതിന് കുറേ പ്രാധാന്യമുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ തോല് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. തോല് കളയാണ്. അങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് തോല് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കറുത്ത ഒരു കുരുണ്ട്. ഈ കുരു എടുക്കണം. ഇതങ്ങനെ അടുത്തടുത്താണ് കുരു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീണ്ടിട്ട് പിന്നെ കുരു കൊണ്ട് എടുത്താൽ മതി. അതാണ് എളുപ്പം. ഇങ്ങനെ എടുക്കലാണ് എളുപ്പം. ഇത് ഫുള്ളായിട്ട് കുരുവൊക്കെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഇത് അത്യാവശ്യം കുരുണ്ട് ഇതിലിട്ടാ. ഒരെണ്ണത്തിനുള്ള കുരുവാണിത്. ഇത് കുഴിച്ചിട്ട് നോക്കണം, ഉണ്ടാവും തോന്നുന്നുണ്ട്. ഒക്കെ ഇനി ഇത് കട്ട് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതൊക്കെ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഇത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ചുവന്നുള്ളി, ഒരു 4-5 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഒരു 6 ചെറുള്ളിയുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. പെട്ടെന്ന് വേവ്. നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ഏലക്കായ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 കരയാമ്പൂ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് അതിന് ബദൽ അതാണ് ചേർത്തിരിക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. ഇതിപ്പോൾ വെച്ചിട്ടൊരു 15 മിനിറ്റായി. പിന്നെ ഇതിൽ ഞാൻ ഇടുന്ന സമയത്ത് 1 സവാള, 1 തക്കാളി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും. ഇനി ആ അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അരപ്പ് പണി ചേർത്ത് കൊടുക്കുക. ഇത് ഓവറായിട്ട് കുക്കായിട്ടില്ല, കുക്കായിരിക്കണം, പക്ഷെ അങ്ങനെ കലങ്ങുന്ന ടൈപ്പ് ആയിട്ടില്ല. ഇതിൽ കുറച്ച് മസാല ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർക്കും. ഇത് ഈ കട്ടിയുണ്ട്. ഇത് ഇനി ഇരിക്കും തോറും കട്ടി കൂടുക ചെയ്യുക. ഇത് വെള്ളം വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കണില്ല. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് വറവിടുക. വേണ്ടവർക്ക് വറവിടുക, ഓപ്ഷനിലാണ്. വറവിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറവിടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഓക്കെ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുള്ളിയാണ്.
പച്ചമുളക് കുറച്ച് കറിവേപ്പില. ഇങ്ങനെ ഒന്ന് മൂടി ഇട്ട് കൊടുക്കാം. കറികളൊക്കെ വറവിട്ട് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് മൂടി ഇടുന്നത് നല്ലതാണ്, അതിൻ്റെ ഫ്ലേവർ അതിൽ പിടിക്കാൻ. അപ്പോൾ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. Okay, thanks for watching Thai Vlogs.